110 ഇങ്ങനെ കൊടുക്കാം. അതും ഫുൾ ഓപ്ഷൻ വണ്ടി, മേഘന പ്ലസ് ആണ്. എസിയും പവർ സ്റ്റാറിങ്ങും പവർ വിൻഡോ സ്റ്റീരിയോ ഒക്കെ ഉള്ള വണ്ടി കമ്പനി. അതായത് ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്. ഒന്നും ചെയ്തിട്ടില്ല. ഗൾഫിൽ നിന്ന് വരുമ്പോ യൂസിംഗ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ 87 കറക്റ്റ് ഓട്ടാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. മിയ വണ്ടി. ടയർ ഭാഗവും ടയറൊക്കെ നോക്കുകയാണെങ്കിൽ 4 75% മെക്കാനിക്കൊക്കെ ഫിറ്റ്. മെക്കാനിക്കൽ ഒന്നും ടെൻഷൻ വേണ്ട, നല്ല ഒന്ന് കണ്ണു ജീവിക്കാം. അതോ ഇത് നമ്മൾ 110 ഈ ടച്ചപ്പും കാര്യങ്ങളും ചെറിയൊരു ഇന്റീരിയർ വാഷും പോളിഷും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ പാർട്ടിക്ക് ഇങ്ങനെ കൊടുക്കാം. സെപ്റ്റംബറിൽ റിന്യൂവൽ എടുത്തോട്ടെ. 13 വണ്ടി അല്ലേ? 11 വണ്ടി. 110 നമ്മൾ ചെറിയൊരു ഇതിൽ നമ്മൾ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ വിളിച്ചോട്ടെ. ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊണ്ടാൻ പറ്റുകയാണ്. എന്റെ കൺമുന്നിൽ കാണുന്ന വണ്ടിയാണ്. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ചെറിയ പൈസക്ക് നല്ല ആലുവക്കണ്ടം പോലത്തെ കാറുകൾ അല്ലെ? അതും 25 മോഡൽ കുറഞ്ഞ വണ്ടികൾക്ക് 25 ദിവസം വാറണ്ടി തരുന്ന ഒരു ഷോറൂം വേറെ എവിടുന്നും ഇങ്ങനെ കിട്ടൂല കേട്ടോ. നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കുന്ന ആൾക്ക് ഒരു ടെൻഷനും വേണ്ട. അല്ല, നല്ല ക്വാളിറ്റി വണ്ടികളാണ്. റഷീദ് ബ്രോ ഇവിടുത്തെ ഓണറാണ്, ആശാനാണ്, ഒരു മെക്കാനിക്കും കൂടിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറെ വീഡിയോ നമ്മള് ചെയ്തു അല്ലെ? ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തു. ബോറടിച്ചല്ലോ. അതെ, എപ്പോ ഇവിടുന്ന് വീഡിയോ ചെയ്താലും ഇല്ലേ വണ്ടികൾ പോകുന്നുണ്ട് അല്ല? വണ്ടികൾ നല്ല പോകുന്നുണ്ട്. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. നല്ല വാഹനങ്ങളാണ്. നിങ്ങൾക്ക് ധൈര്യത്തിൽ വേണമെങ്കിൽ അഡ്വാൻസ് ആക്കാം എവിടുന്നാണെങ്കിലും. ബ്രോ പിന്നെ എന്തൊക്കെയുണ്ട്? എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ? പ്രേക്ഷകർ എന്താ പ്രത്യേകിച്ച് പറയാന്, പിന്നെ നമ്മൾ കൊടുക്കുന്ന വണ്ടികളൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഫുള്ള് മെക്കാനിക്കലൊക്കെ ഫുള്ള് ഫിറ്റ് ആക്കിയിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനത്തെ വണ്ടികൾ ഉണ്ടാവുക. നല്ല അത്യാവശ്യം ഒരു 2008 വണ്ടിയൊക്കെ നമ്മള് 2008 അൾട്ടോക്കെ നമ്മള് ഇന്നലെ ഇപ്പൊ നമ്മള് 2008 അൾട്ടോ കൊടുത്ത്. അലവിലൊക്കെ വണ്ടി റെഡ് കളർ. അത് നമ്മൾ 2 കൊല്ലം മുന്നേ കൊടുത്ത പാർട്ടിന് ജുനൈദ് പറഞ്ഞ ഒരാള് വീഡിയോ ഇടുന്നത്. അവരെന്നോട് ഇന്നലെ വിളിച്ചാണ്ടായിരുന്നേ പിന്നെ നമുക്കൊരു വണ്ടി പാടെ വേണമെന്നാണ്. നേരെ വണ്ടി ഇന്നലെ എത്തിയിട്ടുള്ളൂ. ആ വണ്ടി ഞാൻ ₹1 പറഞ്ഞ് ഒന്നും തർക്കിച്ചില്ല. ₹1 കൊടുത്താണ്. ആദ്യത്തെ വണ്ടി ഒരു 2-3 കൊല്ലം ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലൈന്റ് ഇല്ല. ഇങ്ങോട്ട് വന്നാൽ കഴിഞ്ഞ വീഡിയോ നല്ല വണ്ടി സ്പോട്ടിൽ പോയിന്. സ്പോട്ടില് അതൊക്കെ അതിൽ കുറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 1:15 നമ്മൾ കൊടുത്തു. അതൊക്കെ സ്പോട്ടിൽ പോയിക്കണം. അതൊക്കെ ₹10 കൂടുതലാണെങ്കിലും വണ്ടി നല്ല ഷോറൂം പീസാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടിയാണ്. അങ്ങനത്തെ വണ്ടികൾ ഉണ്ടാവുള്ളൂ. ചെറുവണ്ടികൾ ഉണ്ടാവുക. ഉള്ളത് ജെനുവിനായി. കാരണം പിന്നെ എന്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഒരു മാസം വാറണ്ടി കൊടുക്കൂലേ? നമ്മളെ വണ്ടിക്ക് ഒരു മാസം എന്തായാലും വാറണ്ടി ഉണ്ടാവും. നമ്മൾ പറഞ്ഞ പുറത്തുള്ള ആൾക്കാരെ വണ്ടികൾക്ക് നമ്മളങ്ങനെ വാറണ്ടി കൊടുക്കാൻ കഴിയില്ല. നമ്മളെ വണ്ടികൾ എന്തുണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാം. അതിന്റെ ഇടയിൽ എന്തെങ്കിലും പിടിച്ച് നിന്നേക്കാണെങ്കിൽ ഇഞ്ചൻ പിടിച്ചൊക്കെ നിന്നേക്കാണെങ്കിൽ നമ്മൾ ശരിയാക്കി തരും, കൊടുക്കും. ചെറിയ പുഷിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ അവര് ശരിയാക്കാൻ എഞ്ചിനും ഗിയർ ബോക്സിന്റെ വാറണ്ടി ഒക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇത് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടിയാണ്. മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷൻ കൊളത്തൂര്. അതായത് കൊളത്തൂർ എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷൻ കൊളത്തൂരാണ്. കുറെ ആൾക്കാർ എന്നോട് വിളിച്ചാൽ അറിയാം. കൊളത്തൂര് പറഞ്ഞാൽ പെരിന്തമണ്ണ കൊളത്തൂര് പെരിന്തമണ്ണ ഉണ്ട്. പിന്നെ അതേപോലെ വളാഞ്ചേരി ഒരു കൊളത്തൂരുണ്ട്. അവിടെയൊക്കെ വന്നാണ്ട് നമ്മൾ കൊളത്തൂർ എത്തിയത്. കൊളത്തൂർ കുറെ ഉണ്ട് മലപ്പുറത്ത്. അതെ. അപ്പൊ അങ്ങനെ കുറെ വിളിച്ചിട്ടുള്ളുണ്ട്. അപ്പോ നമുക്ക് പിന്നെ സമയം കളയാതെ ഓരോ വണ്ടി അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ മൂപ്പര നമ്പർ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അതിൽ വിളിച്ചാൽ മതി. പിന്നെ ലൊക്കേഷൻ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യായിട്ട് മൂപ്പര അയച്ചു തരും. നേരെ വണ്ടിയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്കൊരു ഡീസൽ വണ്ടി കാണിച്ചു കൊടുക്കാം അല്ല? അതും 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. ഹോണ്ടന്റെ അമേസാണ്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു? ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കൊടുത്തത്. 2013 മോഡല്. 13 ഒറിജിനൽ കേരള വണ്ടി അല്ല? കേരള വണ്ടി എസ് മോഡൽ, തൃശ്ശൂർ രജിസ്ട്രേഷൻ, KL8. എസ് ആണ് ഓപ്ഷൻ അല്ല, മിഡിൽ ഓപ്ഷൻ ആണ്. 4 ഡോർ വിൻഡോ കാര്യങ്ങൾ, സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. കുഴപ്പമില്ല. മെക്കാനിക്കും കാര്യങ്ങളൊക്കെ നല്ല കുഴപ്പമില്ല. ഈ കസ്റ്റമർ പാർക്കിംഗ് പാർട്ടി കൊണ്ടുവച്ച വണ്ടിയാ. അവര് ആണെങ്കിൽ കസ്റ്റമർ ചെക്ക് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി അവര് വന്ന ആൾക്കാർ എന്തെങ്കിലും കംപ്ലൈന്റ് പറയണേ നമുക്ക് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാം. എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത്. ഹോണ്ടന്റെ വണ്ടിയല്ലേ? ഇന്ത്യയുടെ ഭാഗത്ത് നല്ല വൃത്തിയുണ്ടല്ലോ. ഇന്ത്യയിലെ നല്ല സീറ്റ് കവറും നല്ല സീറ്റ് പുതിയത് ചെയ്താന്ന് തോന്നുന്നുണ്ട്. ഒരു 80% ഓടുള്ള ടയറും ഈ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ട് ഇടികുത്തൊന്നുമില്ല. മാക്സിമം ലോണും കയറില്ല. ഓട്ടം എത്ര ഉണ്ട്? ഇത് 1.5 ലക്ഷം കിലോമീറ്റർ. 1.5 ഓടിയിട്ടുണ്ട്. ഓട്ടം വൈഡ് ആണെങ്കിൽ വണ്ടി ക്വാളിറ്റിയാണ്. രണ്ടാമത്തെ ഓണം. പിന്നെ ഡീസൽ വണ്ടിയല്ല, അതും 25 കിലോമീറ്റർ മൈലേജ് വണ്ടി. അത്ര ഓടാൻ തന്നെ രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയുള്ളൂ നിലവിൽ. ഓക്കെ. എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 2.80 കൊടുക്കാം.
280 കൊടുക്കാം, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ വേണമെങ്കിൽ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാം. 12 ആകുമ്പോ കുറെ ചോളയിലോ ശ്രീരാമിലേക്ക് അല്ല 13 അല്ലേ ഇത്? 13 സോറി 13. അപ്പൊ 1.5-2 ലോൺ മാക്സിമം ഒരു 2 രൂപ എന്തായാലും കിട്ടും. അപ്പൊ ചില്ലറ പൈസ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇറക്കാം, ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ. ഓക്കെ, ഇതവിടെ ചെറിയ പൈസക്ക് ഒരു ഇയോണ്, അതും മഴയാണ്, മഴക്കാലമാണ് അല്ലെ. ഇപ്പൊ കുറെ ചെറിയ ബഡ്ജറ്റിൽ വണ്ടികൾ കുറെ ആൾക്കാർ നോക്കുന്നുണ്ടാവും, കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ചെറുവണ്ടി. അതെ, എന്തായാലും ആൾക്കാർ വിളിച്ചാണ്ട് നിങ്ങൾ ഇത് വിളിച്ചപ്പോ ഇതിന് പോകണമെന്നാണ് ഞാൻ പറഞ്ഞ. നിങ്ങൾ ആദ്യം വിളിക്കാനാണ് ഫസ്റ്റ് വിളിച്ചോളി. അതെ അതെ, ഇപ്പൊ ചെറിയ പൈസന്റെ വണ്ടിയെ പോകും. പൈസന്റെ വണ്ടിയെ ഇത് എങ്ങനെയായിരുന്നു? 2013 മോഡല്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ധൈര്യം പറഞ്ഞിട്ട് ചെറിയൊരു കുറച്ച് വർക്കുകൾ ഉണ്ടായി വണ്ടി. ഇനി നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. 2013 വണ്ടിയാണ്, മെക്കാനിക്കലൊക്കെ ഫുൾ ഫിറ്റ് ആണ്. നിലവിൽ ഇപ്പൊ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല, റണ്ണിങ് ഒക്കെ പക്കയാണ്. ഏതാ ഓപ്ഷൻ ഇത്? 2013 ഇറ പ്ലസ് ഇത് വണ്ടി ഓണർഷിപ്പ് 5 ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീഡിയോ ഇട്ടുണ്ടായിന്. ഓണർഷിപ്പ് 5 ആണ്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. മെക്കാനിക് ഒക്കെ ഇപ്പൊ നിലവിൽ മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ലേ? ബോഡി അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ വൃത്തിയും കാര്യങ്ങളുണ്ട്. ഈ ഓണർ 5 ആയതുകൊണ്ട് വില പൊട്ടിച്ചു കൊടുക്കാം അല്ല. ഓക്കെ, മാക്സിമം ലോൺ ഒക്കെ ചെയ്യാൻ പറ്റില്ല. ഉറപ്പ് ലോൺ ചെയ്ത് കൊടുക്കാം. ഉറപ്പ് ലോണും കിട്ടും. എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. മാക്സിമം ലോണും ചെയ്തു. ഉറപ്പ് ലോണും കിട്ടും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കോ. വണ്ടി മിയ അല്ലേ ബ്രോ? വണ്ടി ഇഞ്ഞ് ധൈര്യമായിട്ട് കൊണ്ടുപോവാ പറഞ്ഞേ. കണ്ണും ചെമ്മിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കോ. ഇവിടെ ഒരു ഗോൾഡൻ കളർ ഒരു ZS-ലോ 2008 സ്കൂട്ടറിന് പൈസ കൊടുക്കല്ല. ഇത് ചെറിയ പൈസ കൊടുക്കാം. 2008 മോഡല് 28 വരെ പേപ്പർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, VXI ഓപ്ഷൻ വരുന്നല്ല. സെൻട്രൽ ലോക്കും ഉണ്ട്. സെൻട്രൽ ലോക്ക് റിമോട്ട് ഉണ്ടാവില്ല, ചാവിമ ഓൾറെഡി സെൻട്രൽ ലോക്ക് ആവും. ഓക്കെ, വണ്ടി എന്തുവാണ് മെക്കാനിക് കാര്യങ്ങളൊക്കെ? 3 ടയറും 90% ഓടുള്ള ടയർ ഉണ്ട്. മെക്കാനിക്കലും ഫിറ്റാണ്. ഓടിക്കാൻ AC ഒക്കെ നല്ല കൂളിംഗ് ആണ്. ചിലപ്പോ കംപ്ലൈന്റ് ഉണ്ട്. ഇത് തണുപ്പാ ഊട്ടിക്ക് പോയ പോലെ ഇത് ചെറിയ പൈസ കൊടുക്കാം. 85,000 മഴയാണ്. നല്ല മെക്കാനിക് വണ്ടി. 85,000 കൊടുക്കാം. ആകെ ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ ഒരു മങ്ങിഞ്ഞ് പാർട്ടിക്കാരെ അഡ്വാൻസ് ഇട്ടുതരാണെങ്കിൽ ഇത് രണ്ടും നമ്മള് മാറ്റി കൊടുക്കല്ല, പോളിഷ് ചെയ്തിട്ട് പുതിയ മാർക്ക് പോളിഷ് ചെയ്ത് ഒറിജിനൽ സാധനമാണ്. ആക്സിഡന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല വണ്ടിക്ക്. ഓക്കെ, വണ്ടി പക്കേ വണ്ടിയാണ്. അത് പാർട്ടി വന്ന പോലെ ഇഷ്ടപ്പെടുക. 85 ഉറുപ്പ്യക്ക് ഇനിയിപ്പോ ആരും ടോക്കൺ തരികയാണെങ്കിൽ തന്നെ നമ്മളിത് ക്ലിയർ ആക്കിയിട്ട് പാർട്ടിന്റെ വണ്ടിയാണ്. എന്റെ പൈസ എടുത്താണ്ട് ചെയ്യാൻ പറ്റൂല. കാരണം ഓരോ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയാണ്. വണ്ടി ഗ്യാരണ്ടിയോടെ കൊടുക്കാം. പക്ക ക്ലിയർ ആണ് വണ്ടി. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ കണ്ണി ചിമ്മിട്ട് ഇറക്കാൻ പറ്റിയ അടിപൊളി റിഡ്സ് കാറ്, അതും പെട്രോൾ നല്ല വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ? 2014 മോഡല് VXI. നിലവില് 3rd ഓണർ ആണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ ഗ്യാരണ്ടി ആണ്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്. അതായത് മെക്കാനിക്കലൊക്കെ ഫുൾ ഫിറ്റ്. ഒരു ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 85% 4 ടയറും ഉണ്ട്. നിങ്ങൾക്ക് എവിടുന്നാണെങ്കിലും ധൈര്യത്തിൽ അഡ്വാൻസ് ആക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ ഓട്ടോ എത്ര ഉള്ളത്? ഓട്ടോ 79,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് നിലവിൽ 3rd. ഞാൻ പറഞ്ഞു നിലവിൽ 3rd ഓണറാണ്. നിലവിൽ 3ാമത്തെ ഓണറാണ്. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും തട്ടുമുട്ടി കുത്ത് ഫ്ലഡ് ടോട്ടൽ ലോസ് കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടിയാണ്. എത്രക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 2.85 കൊടുക്കാം. 2.85 കൊടുക്കാം. ലോണൊക്കെ 2.85 വില കുറവാട്ടോ. പെട്രോൾ VXI വണ്ടിയൊക്കെ പുറത്തൊക്കെ ചോദിക്കണം 3.10 ഉണ്ട്. നല്ല നീറ്റൻ വണ്ടി. വണ്ടി ആവശ്യക്കാരാണ്. ആരോ വരുന്നത് വണ്ടിക്ക് ആവശ്യക്കാർ വലിയ കൂടുതലല്ലോ. ഓട്ടല്ലോ. ഇത് ലോണൊക്കെ എത്ര കിട്ടും? ലോണ് മാക്സിമം 2.5 ഉറുപ്പ്യന്റെ മേലെ കയറും. 2.5 ലോണ് കയറും. 2.5 നല്ല പ്രൊഫൈലാണ് 2.70 വരെ കയറും. കിട്ടുമല്ലേ? ഈ വണ്ടിക്ക് മൈലേജ് എത്ര കിട്ടും? മൈലേജ് എന്തായാലും 15-16 മൈലേജ് കിട്ടും. 15-16. പിന്നെ ഓരോരുത്തരുടെ ഡ്രൈവിംഗിനനുസരിച്ചാണ് മൈലേജ്. ലോങ് ആണെങ്കിൽ എത്ര കിട്ടും? 15-16 പ്രതീക്ഷ. 15-16 അതിൽ കൂടുതൽ നോക്കണ്ട. അപ്പൊ ഇപ്പത്തെ കുറെ ആൾക്കാർ നമ്മോട് കംപ്ലൈന്റ് ഉണ്ട് മൈലേജ് ഷോർട്ട്. അത് ഇപ്പത്തെ പെട്രോളിന്റെ മോശം കൊണ്ടാണ്. നിലവിൽ പെട്രോൾ മോശപ്പെട്ട പെട്രോളാണ്. അതുകൊണ്ട് നേരിട്ട് മൈലേജ് ഷോർട്ട്. ഞാൻ പിന്നോട് നമ്മളെ വർഷാപ്പത്തെ ആൾക്കാരനെ പറഞ്ഞു ഓരോരുത്തർ ഇങ്ങനെ പോകും മൈലേജ് ഷോർട്ട് ഉണ്ട് പറഞ്ഞിട്ട് വന്നപ്പോ നമ്മളെ പെട്രോൾ ശരിയില്ല. പൊതുവെ ഇതാണ് മൈലേജ് ഷോർട്ട് ഉണ്ട്. വർഷാപ്പോ നമ്മൾ 1-2 ആൾക്കാർ പറഞ്ഞു ചെയ്തു. ഇവിടെ ഒരു നാനോ കാർ കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങള്?
ഇതും നല്ല വണ്ടിയല്ല. 2015 നല്ല നാനോ 15 മോഡൽ ടിസ്റ്റ് മോഡൽ ടിസ്റ്റ് AC ഉണ്ട്, പവർ സ്റ്റാറിംഗ് ഉണ്ട്, ഫ്രണ്ടിലേക്ക് 2 പവർ വിൻഡോ വരുന്നുണ്ട്. ഓക്കെ. ഡിക്കി ഓപ്പൺ ആക്കാൻ പറ്റാത്ത ഇപ്പൊ ഡിക്കി ഓപ്പൺ ആക്കുന്നത് ടിസ്റ്റ് തന്നെയാണ്. ഡിക്കി ഓപ്പൺ ആക്കാൻ 2016 മുതലാണ് ഡിക്കി ഓപ്പൺ വരുന്നത്. ഓക്കെ. ഇത് 15 ഇറങ്ങിയ വണ്ടിയാണ്. ആകെ ഉള്ളത് ഈ മെയിൻ ക്ലാസ്സിലൊരു ട്രാക്ക് ഉണ്ട്, ഇതാ ഇവിടെയും അവിടെ. കസ്റ്റമർ തന്നെ പറഞ്ഞ ഏകദേശം ഓലെടുത്ത 5 കൊല്ലമായി. ഒറിജിനൽ ഗ്ലാസ് ആണ്. 5 വർഷമായിട്ട് ഓലെടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് മാറ്റി കൊടുക്കാം. വാങ്ങി കൊടുക്കാം. പക്ഷെ നല്ല ഒരു ലീക്കോ കാര്യം അപ്പൊ മയത്ത് ഞാൻ ഇപ്പൊ മൈലേജ് ഉണ്ടാണ്ട് ഇത് വെച്ചാൽ പോലും ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 85 രൂപ കൊടുക്കാം. 85 രൂപ കൊടുക്കാം അല്ലേ? നമുക്ക് ചെറിയ ഗ്ലാസിന്റെ പൈസ കുറച്ച് കൊടുക്കും ചെയ്യാം. മെക്കാനിക് ഉഷാറാണ്. ഒരു 60% അവിടെയുള്ള ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്കാനിക് ഉഷാറാണ്. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഒരു ആലുവക്കണ്ടം പോലത്തെ ആൾട്ടോ 800. ഓക്കെ. വണ്ടി ഡോക്ടർ എംബ്ലോക്ക് ഇവിടെ കാണുന്നുണ്ട്. ഡോക്ടർ വണ്ടി തന്നെയാണ്. പണ്ടൊക്കെ ഡോക്ടർമാരെ വണ്ടി എന്നൊക്കെയാണെങ്കിൽ വലിയ സംഭവമാക്കല്. അല്ല, ഡോക്ടർ വണ്ടി പറയണ്ട. കാരണം എന്താ വെച്ചാല് ആൾക്കാര് വേറെ അല്ല, ഡോക്ടർ വണ്ടി തന്നെയാണ് ഇവിടെ അടുത്ത് കൊണ്ടുള്ള ടീം. പിന്നെ നിലവിൽ 3ാമത്തെ ഓണറാണ്. ആദ്യം കൊണ്ടുവരുന്നത് ആ ടീം അറിയില്ല. ഇപ്പൊ ലാസ്റ്റിൽ ഇപ്പൊ ടീം ഡോക്ടർ തന്നെയാണ്. നിലവിൽ ഇപ്പൊ RC ഉള്ളതും ഡോക്ടർ പേരിൽ തന്നെയല്ലേ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. പക്ഷെ വണ്ടി ചോദിക്കും ഡോക്ടർ എന്താ ആകാശത്തിലെ വണ്ടി ഓടിക്കുന്നതൊക്കെ ചോദിക്കും. നല്ല തീരെ കൊണ്ടെടുക്കുന്ന ആൾക്കാരുണ്ട്, വേറെ ലെവലിൽ കൊണ്ടെടുക്കണം. ഓരോരുത്തരും ഇത് കമ്പനി സർവീസാ. ഇതിന്റെ എന്താ പറഞ്ഞാല് 1.42 ഓടിയാണ്. പക്ഷെ അത് ഫുള്ള് A to Z കമ്പനി സർവീസാ. ലാസ്റ്റ് മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മെക്കാനിക്കലൊക്കെ ഫിറ്റാ. ഓടിക്കാനൊക്കെ സൂപ്പറാ വണ്ടി. സർവീസ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും വർക്കിങ്ങും കാര്യം ഇഞ്ചിനൊക്കെ നല്ല കറക്റ്റ് വണ്ടി കാണാൻ നല്ല വൃത്തി. അല്ല ഇത് ഓടിക്കാൻ ഇതേ നല്ല നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓടിക്കാനും ആക്സിഡന്റ് ഒന്നുമില്ല. റീപ്ലേസും കാര്യങ്ങളൊന്നും. മെക്കാനിക്ക് അടിപൊളിയാ, നല്ലതാ. ടയർ ബാഗ് ഏകദേശം ഒരു 80% അവിടെ ഉണ്ട് ടയർ. ഓടിക്കാനൊക്കെ ഉഷാറാ വണ്ടി. ധൈര്യമായിട്ട് ആർക്കാണ് ധൈര്യമായിട്ട് കൊണ്ടുപോവാം. ടെൻഷൻ അടിക്കണ്ട. കൊണ്ടുപോകുന്നതിന്റെ ഒരു പ്രശ്നം അത്രയും ക്ലിയർ. ഓടിച്ചേക്കി നമ്മൾ മോഡൽ എത്ര? 13 റേസറാണ്. ഇത് 1.65 കൊടുക്കാം നമുക്ക്. ലാസ്റ്റ് 1.65 ലാസ്റ്റ് ചെയ്യാം. ആവശ്യക്കാർ വരട്ടെ. നല്ല വണ്ടി പറഞ്ഞാല് വിശ്വസിച്ച് കൊണ്ടാ പക്ക വണ്ടി. ഈക്കോ ആണ്, മാരുതിന്റെ വണ്ടിയാണ്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ കാര്യങ്ങളൊക്കെ? 2020 ഡിസംബർ വണ്ടി. 20 ഡിസംബർ. അതെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരേ ഒരു ഓണർ. ഒറ്റ ഓണറാണ്. ഓക്കെ. ഇത് 7 സീറ്റ് 5 സീറ്റ് AC ഇല്ല, നോൺ AC ആണ്. 5 സീറ്റ് വണ്ടി. AC ഇല്ല. ഓക്കെ. ഓട്ടൊക്കെ എത്ര ഉണ്ട്? ഓട്ടോ 80 ആണ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല, അതായത് ഒന്നും ചെയ്തിട്ടില്ല വണ്ടി. അതേ പാർട്ടി യൂസ് ചെയ്തോണ്ടിരിക്കുന്ന വണ്ടി തന്നെ. നിലവിൽ യൂസ് ചെയ്തോണ്ടിരിക്കണം, എപ്പോഴും യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് റേറ്റ് നമ്മൾ മേശം കുറച്ചിട്ട് കൊടുക്കും. ഒരു 3.70 റേഞ്ചൊക്കെ. ഈ പാർട്ടി വന്നിട്ട് നമുക്ക് പാർട്ടിനോട് നേരിട്ട് സംസാരിച്ചിട്ട് ഓരോ ഇഷ്ടം പോലെ കുറച്ചിട്ട് എങ്ങനെ വെച്ചാല് സെയിൽസിന് പറ്റിയ വണ്ടിയാണ്. പൊതുവെ കൂടുതൽ സെയിൽസിനാണ്. സെയിൽസിനും പറ്റും, വീട്ടിലെ യൂസിനൊക്കെ പറ്റിയ വണ്ടി. നല്ല കുഴപ്പമില്ലാത്ത വണ്ടി. നല്ല വണ്ടിയല്ല. 2020 ഡിസംബർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. 80,000 കിലോമീറ്റർ. ആക്സിഡന്റ് ലോൺ ആയത് 3 ഉറുപ്പിന്റെ മേലേക്ക് ലോണും കയറും. ഫുൾ ലോണിന്റെ അടുത്ത് കയറും വണ്ടി. ആവശ്യക്കാർ വിളിച്ചോട്ടെ, വന്നിട്ട് നോക്കിയിട്ട്. ഈ റൂട്ടിലൊക്കെ ആരെങ്കിലും സെയിൽസിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയ വണ്ടിയാണ്. ചെറിയ പൈസ മതി, ബാക്കി ലോൺ അടിച്ചാൽ മതി. വേറെ കുഴപ്പമില്ല. സിംഗിൾ ഓണറാണ്. വർക്കിങ്ങും കാര്യങ്ങളും. പിന്നെ 2020 പഴക്കം എല്ലാം ഇല്ലല്ലോ. 4-5 കൊല്ലത്തെ പഴക്കലുള്ള 5-6 കൊല്ലത്തെ ആവശ്യക്കാർ. 20 ഡിസംബർ ആണ് വണ്ടി. അല്ല, 20 വണ്ടി കുറെ പഴക്കൊന്നുമില്ല. ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടെ. വന്നിട്ട് നോക്കിയിട്ട്. കിണ്ണം പോലത്തെ ഒരു ആൾട്ടോ 800 ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതും ഓട്ടം കുറവുണ്ടല്ലോ. ഓട്ടം കുറവുള്ള. എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2016 മോഡല് ഐ ക്ലാസ് വണ്ടി. ഓക്കെ. VXI ആണ് വണ്ടി. VXI ഓപ്ഷൻ അല്ല. അത് എന്തൊക്കെ വ്യത്യാസം വരുന്നത്? VXI ആകുമ്പോ കമ്പനി സ്റ്റീരിയോ വരും. ചാവിയൊക്കെ ഈ ടൈപ്പ് ചാവി വരും. ചാവി ആ ടൈപ്പ് ഈ മോഡൽ ചാവി വരും. പിന്നെ കമ്പനി സെറ്റ് വരും. കമ്പനി സെറ്റും കാര്യങ്ങളും വരും. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്രണ്ട് ടോട്ടൽ ഫുള്ള് ഗ്യാരണ്ടി ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഓണറാണ്. രണ്ടാമത്തെ ഓണറാണ്. VXI ആണ്. 68,000 കിലോമീറ്റർ ഓടിയ. 2.40 നമ്മൾ പറയുന്നുണ്ട്. തിരികെ എന്തെങ്കിലും പൊട്ടിച്ചത് 2.40 16 ആകാൻ കാരണം ന്യൂ മോഡൽ വേണ്ടത്. ന്യൂ ഷേപ്പ് വരുമ്പോ 2016 50,000 ഷോറൂമിൽ തന്നെ വില മാറുന്നുണ്ട്. പിന്നെ VXI ആണ്. അതിന് കുറച്ച് ലോൺ എത്ര കിട്ടും? ലോൺ 2 ലക്ഷം രൂപ ലോൺ കയറും. രണ്ടും ചിലപ്പോ 2.10 2.20 20-25 വരെ കയറും. ആവശ്യക്കാർ വിളിച്ചോട്ടെ. കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു? ഇത് 2017 ഇറങ്ങിയ വണ്ടി. 17 ഇറങ്ങിയ വണ്ടി. 17 ഇറങ്ങിയ വണ്ടി. ഓക്കെ. 68,000
68 ഓടിക്കുള്ളൂ. ഓക്കെ. സെക്കൻഡ് ഓണർ ആണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ്, ടോട്ടൽസ് കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഇറ പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. AC, പവർ സ്റ്റാറിംഗ്, ഫ്രണ്ടിലേക്ക് 2 പവർ വിൻഡോ, സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള ക്ലീൻ വണ്ടി. ക്ലീൻ പീസ് വണ്ടി. ഹൈ ക്ലാസ് വണ്ടി. ഹൈ ക്ലാസ് വണ്ടി. ഈ കണ്ണ് ചിമ്മിട്ട് എടുക്കാം. സിൽവർ കളറില് നല്ല അടിച്ചുപൊളി വണ്ടി. ഓക്കെ. ഇന്റീരിയലും ഭാഗങ്ങളൊക്കെ ഉള്ളും പുറത്തൊക്കെ നോക്കണം, നല്ല വൃത്തിയുണ്ട്. വണ്ടി. എത്ര കൊടുക്കരുത്? നമുക്ക് 2.10 കൊടുക്കാം. 2.10 കൊടുക്കാം. ലോണൊക്കെ എത്ര കിട്ടും? ലോൺ എന്ന് പറഞ്ഞാൽ 2 ഉറുപ്പ്യയിലേക്ക് വരും. ലോൺ 2 രൂപ ലോണും കിട്ടും. അതും ആക്സിഡന്റ്, റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിക്കാണ്. ഓട്ടം കുറവുണ്ട് അല്ലേ? ഓട്ടം കുറവുണ്ട്. പിന്നെ ഓണർഷിപ്പ് എത്ര പറഞ്ഞു? സെക്കൻഡ് അല്ലേ? 2.10 2.10 2 രൂപ എന്തായാലും ലോൺ കയറും. എന്തായാലും കിട്ടും. എങ്ങനായാലും 1.25 എന്തായാലും കിട്ടും. ഇതിൽ മൈലേജ് എത്ര കിട്ടും? മൈലേജ് അൾട്ടോ 900 എങ്ങനെ കിട്ടുന്ന അതേ ഇതുണ്ടാവും. 18-20 കിലോമീറ്റർ കിട്ടും. 20 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. ഇതിൽ കിട്ടും. 800 cc വണ്ടിയല്ലേ? 20 കിലോമീറ്റർ അടുത്തുണ്ടാവും. അൾട്ടോക്കും ഇയോണൊക്കെ സെയിം മൈലേജ് ഉണ്ടാവും. ആവശ്യക്കാർ വിളിച്ചോട്ടെ. നമുക്കൊരു ഹൂണ്ടായിന്റെ i20 ഡീസൽ കാണിച്ചു കൊടുക്കാം. ഡീസൽ എങ്ങനെയായിരുന്നു? 2018 മേഘന ഓപ്ഷനിൽ വരുന്നുണ്ട്. ഓക്കെ. ക്ലീൻ വണ്ടി. പെട്ടി പീസ് വണ്ടി. ഡീസലാണ് വേരിയന്റ്. AC, പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. നമുക്ക് ഫുൾ ലോൺ കയറ്റി കൊടുക്കാൻ. ഫുൾ ലോൺ കൊടുക്കാം. എത്ര വില ചോദിക്കുന്നത്? 5.10 അല്ലേ? ഓക്കെ. മാക്സിമം ലോൺ ചെയ്യാം. എത്ര ഓടിക്കുള്ള? 1.24 സർവീസ് ഉള്ള വണ്ടി. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഹിസ്റ്ററിക്കുള്ള വണ്ടി അല്ല? ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ്, ടോട്ടൽ ലോസ് കാര്യങ്ങളൊന്നുമില്ല. ക്ലിയർ വണ്ടി. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ചില്ലറ പൈസക്ക് ഒരു ആൾട്ടോ കാർ, അതും AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, ഓപ്ഷൻ LXi ആണ്. 5 കൊല്ലത്തെ പുതിയ പേപ്പറും ഉണ്ട്. ഒരു ടെൻഷൻ വേണ്ട. ഒരു സെക്കൻഡ് സ്കൂട്ടർ എടുക്കണമെങ്കിൽ ഒരു 60,000 രൂപ കൊടുക്കേണ്ടി വരും. എത്ര നിങ്ങൾ വില പറഞ്ഞ? ഇത് നമുക്ക് നെറ്റ് റേറ്റ് ഫിക്സ് റേറ്റ് ആണ് 72 രൂപ കൊടുക്കാം. 2030 വരെ പേപ്പർ ഉണ്ട്. AC, പവർ സ്റ്റാറിംഗ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ക്വാളിറ്റി ഒക്കെ എന്തുപാട്? നല്ല ക്വാളിറ്റി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കാണാൻ നല്ല വർക്കത്തുണ്ട്, നല്ല വൃത്തിയുണ്ട്. ഓടിക്കാനൊക്കെ സൂപ്പർ, നല്ല വൃത്തി. ഓക്കെ. വണ്ടിയുമ്പോ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ എടുക്കുന്ന ആൾക്ക് എന്ത് പണിയുണ്ടോ? നിലവിലൊരു കംപ്ലൈന്റ് ഒരു പണിയില്ല. 72,000 രൂപ നെറ്റാ. അതിലെന്ത് കുറയില്ല. അതിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓലെ പേര് ആക്കി കൊടുക്കാം. ഓല പേരിന് ആക്കാൻ 1500 രൂപ വേണമല്ലോ. അത് നിങ്ങൾ ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇതെവിടെ ഒരു വാഗണർ, അതും ചെറിയ പൈസ കൊടുക്കല്ലോ ബ്രോ? ചെറിയ പൈസ കൊടുക്കാം. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2008 വണ്ടി. 28 വരെ പേപ്പർ ഉണ്ട്. VXi ആണ് ഓപ്ഷൻ. VXi അല്ലേ? ഓക്കെ. ഇതില് 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. AC, പവർ സ്റ്റാറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഓക്കെ. ക്വാളിറ്റി കാര്യങ്ങളൊക്കെ? ക്വാളിറ്റി ആക്സിഡന്റ്, റീപ്ലേസ് ഒന്നും ഇല്ല. ക്ലീൻ പറഞ്ഞാല് നമ്മള് മെക്കാനിക്കിന്റെ ഫുൾ പണി എടുത്തിട്ടുണ്ട്. മെക്കാനിക്കിന്റെ പറഞ്ഞാല് ഇനി നമ്മൾ കച്ചയിൽ ഓടിക്കുമ്പോ ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നും ഉണ്ടാവില്ല. സ്ലോറാം, ബോൾ ജോയിന്റ്, എന്റെ എല്ലാ ബുഷുകളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. എല്ലാം മാറ്റി. ഇനി ഒച്ചപ്പാട് കസ്റ്റമർക്ക് പെട്രോൾ അടിക്കാൻ ഓടുക. വേറെ കാര്യമായിട്ടുള്ള പണികളൊന്നും. നിങ്ങൾ ഇപ്പൊ അടുത്ത് പണി എടുപ്പിച്ചതാ? ഇപ്പൊ പണി എടുത്തതാ. കാര്യങ്ങളൊക്കെ ഇന്ന് ഇപ്പൊ പണി കഴിഞ്ഞിട്ട് ഇന്ന് ഇറക്കിയത് ഞാൻ. അതെ, പണി നിങ്ങൾ വിളിക്കുന്ന ടൈമിൽ ഞാൻ വണ്ടിയിട്ട് വരുന്നുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യാനുള്ള വീൽ ഡിസ്ക് ഒന്ന് പെയിന്റ് അടിക്കാണ്ട്, അതിന് ഒരു വീൽ കപ്പ് ഇടാണ്ട്, ഇത് ഈ മിറർ ഇതൊന്ന് ക്ലിയർ ആക്കാണ്ട്, വേറെ ഒന്നും ചെയ്യല്ല. കേരള വിശ്വസിച്ച് അത്രയും ക്ലിയറിൽ കൊണ്ടാ കണ്ണും ചിമ്മിട്ട് എടുക്കാം. അത്രയും ക്ലിയർ വണ്ടി. മഴ പെയ്തോണ്ടുള്ള ആ ചലത്തുണ്ട്. നമ്മള് പോളീസും ഇന്റീരിയലൊക്കെ കഴിഞ്ഞ് പമ്പറൊക്കെ ടച്ച് ചെയ്യണേ, ബാക്ക് പമ്പറും ഫ്രണ്ട് പമ്പറൊക്കെ ടച്ച് ചെയ്യും. ഒന്നും ചെയ്യല. എടുക്കുന്നവർക്ക് ഇപ്പൊ ഒരു വരയും കൂരും ഒന്നുമില്ല. വണ്ടിപ്പോ നോക്കിയാൽ തന്നെ അറിയാം, ഒരു വര കൂരും ഒന്നുമില്ല. ഈ വീൽ കപ്പും ഈ ഡിസ്ക് പെയിന്റ് അടിച്ചാൽ തന്നെ വണ്ടി മൊത്തം മാറി. ഈ ഒരു ഇതുപോലെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഓടിച്ചാൽ തന്നെ അറിയും. കസ്റ്റമർ ഓടിച്ചു കഴിഞ്ഞാൽ അവർ എടുക്കും. കാരണം ഓരോ ഒച്ചപ്പാടില്ല. എത്ര കൊടുക്കാം? നമുക്ക് 98 രൂപ കൊടുക്കാം. 98 രൂപ കൊടുക്കാം. അതും VXi വണ്ടി കേട്ടോ. 98 രൂപയ്ക്ക് പറഞ്ഞാല് ഞാൻ അങ്ങനെ പറയണ ഓരോ ഒച്ചപ്പാടും ബഹളില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് 98 രൂപയ്ക്ക് പറഞ്ഞത്. VXi വണ്ടി. ആവശ്യക്കാർ വിളിച്ചോട്ടെ. അവിടെ നമുക്ക് ഒരു ഇയോൺ കാണിച്ചു കൊടുക്കാം. ഇത് ഇയോൺ. ഇതെങ്ങനെയായിരുന്നു? ഇവിടെ ചെറിയ ഇത് പറഞ്ഞാൽ എന്റെ തൊട്ട അയൽവാസിന്റെ വണ്ടിയാണ്. ഓനെ എടുത്തിട്ട് നമ്മളെ അടുത്തുള്ള ആളെ എടുത്തിട്ട് നേരെ അടവടക്കാൻ ബുദ്ധിമുട്ടായപ്പോ നമ്മളെ തൊട്ട അയൽവാസിക്ക് കൊടുത്തു. ഓന്റെ പേരിലാക്കി. അടവ് കഴിഞ്ഞതിന്റെ 2015 അടവ് കഴിഞ്ഞതിന്റെ ശേഷം ഓന്റെ പേരിലാക്കണേ. ഫസ്റ്റ് എടുത്ത ടൈമിൽ തന്നെ ഓന് കൊടുത്തിക്കണേ. ഓനെ ആകെ 5000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. ഇപ്പൊ 88,000 കിലോമീറ്റർ ഓടി. 2011 മേഘന പ്ലസ് ആണ് വണ്ടി. പേപ്പർ ഇല്ല, എടുത്തിട്ടില്ല.
ഈ കണ്ടീഷനിൽ നമ്മൾ എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഒരു 1.35 5 വർഷത്തെ പേപ്പർ എടുത്തു കൊടുക്കും. 5 വർഷത്തെ പേപ്പർ ആണെങ്കിൽ നമ്മൾ ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് ആ ടൈം ആകുമ്പോൾ സെപ്റ്റംബർ ആകുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഈ കണ്ടീഷനിൽ ഒരു 1.10 ഇങ്ങനെ കൊടുക്കും. അതും ഫുൾ ഓപ്ഷൻ വണ്ടി മേഘന പ്ലസ് ആണ്. AC പവർ സ്റ്റാറിങ്ങും പവർ വിൻഡോ സ്റ്റീരിയോ ഒക്കെ ഉള്ള വണ്ടി കമ്പനി. അതായത് ഒന്ന് വൃത്തിയാക്കി കിടക്കാണ്. ഒന്നും ചെയ്തിട്ടില്ല. ഗൾഫിൽ നിന്ന് വരുമ്പോൾ യൂസിംഗ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ 87 കറക്റ്റ് ഓട്ടാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. മിയ വണ്ടി. ടയർ ഭാഗവും ടയറൊക്കെ നോക്കുകയാണെങ്കിൽ 4 75% ഒക്കെ ഫിറ്റ്. മെക്കാനിക്കൽ ഒന്നും എടുക്കുന്ന ടെൻഷൻ വേണ്ട. നല്ല ഒന്ന് കണ്ണി ജീവിക്കുക. അതോ ഇത് നമ്മൾ 1.10 ഈ ടച്ചപ്പും കാര്യങ്ങളും ചെറിയൊരു ഇന്റീരിയർ വാഷും പോളിഷും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ പാർട്ടിക്ക് ഇങ്ങനെ കൊടുക്കാം. സെപ്റ്റംബറിൽ റിന്യൂവൽ പോലും എടുത്തോട്ടെ. 13 വണ്ടി അല്ലേ? 11 വണ്ടി. 1.10 നമ്മൾ ചെറിയൊരു ഇതിൽ നമ്മൾ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ വിളിച്ചോട്ടെ. ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊണ്ടാൻ പറ്റുകയാണ്. എന്റെ കൺമുന്നിൽ കാണുന്ന വണ്ടിയാണ്. ധൈര്യമായിട്ട് കൊണ്ടാ.